വിശദമായി നോക്കാം. ലോ അക്കാദമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം സമരക്കാരും അക്കാദമി മാനേജ്മെന്റും ADM-മായി ഇന്നും ചർച്ച നടത്തും. അതേസമയം ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ മുരളീധരനും VV രാജേഷും നിരാഹാര സമരം തുടരുകയാണ്. ജിതിൻ നൽകും സമഗ്രമായ വിശദാംശങ്ങൾ ലോ അക്കാദമിക്ക് മുന്നിൽ നിന്നും. ജിതിൻ, ആദ്യം ഇന്നത്തെ ചർച്ച സംബന്ധിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ചർച്ചയിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ മൂലം. ഒപ്പം തന്നെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം തിങ്കളാഴ്ച ചേരുകയും ചെയ്യുന്ന വിഷയം ചർച്ച ചെയ്യാൻ. എന്തൊക്കെയാണ് പൂർണ്ണമായ വിവരങ്ങൾ? ഇന്ന് ചർച്ച നടത്തുമെന്നാണ് ഇന്നലെ ADM അറിയിച്ചിരുന്നത്. എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതായത് ഇന്നത്തെ ചർച്ചയിൽ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നേരത്തെ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പുകൾ, SFIയുമായുള്ള ചർച്ചയിൽ ഉണ്ടാക്കിയ ഉറപ്പുകൾ സംബന്ധിച്ച മിനിറ്റ്സ് ഹാജരാക്കണമെന്ന ADM മാനേജ്മെന്റ് പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ഹാജരാക്കാമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അത് ഹാജരാക്കുന്നത് സംബന്ധിച്ച് മാനേജ്മെന്റ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. മാനേജ്മെന്റ് പ്രതിനിധികളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴും മിനിറ്റ്സ് ഹാജരാക്കാം എന്നതല്ലാതെ ഇന്ന് അത് ഹാജരാക്കുമോ എന്നത് സംബന്ധിച്ച് അവർ ഒരു നിലപാട് വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ചർച്ച സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇതുവരെ ആകാത്തത്. വിദ്യാർത്ഥികളെയും ADM-ഓ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ആരും ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചർച്ച നടത്താമെന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞത് മാത്രമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് നൽകാവുന്ന വിവരം. അതിനാൽ ഇന്ന് ചർച്ച നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണുള്ളത്. അതേസമയം തന്നെ കേരള സർവകലാശാല ഇക്കാര്യത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. നേരത്തെ ലോ അക്കാദമിയിലെ പ്രശ്നങ്ങൾ അന്വേഷിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം തിങ്കളാഴ്ച ചേരുന്നത്. നേരത്തെ 10-ാം തീയതി സിൻഡിക്കേറ്റ് ചേരാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് തിങ്കളാഴ്ച ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. നേരത്തെ ഉപസമിതി റിപ്പോർട്ട് നടപടിക്കായി സർക്കാരിന്, വിദ്യാഭ്യാസ വകുപ്പിന് സർവകലാശാല സിൻഡിക്കേറ്റ് കൈമാറിയിരുന്നു. അത് സർക്കാർ തിരിച്ച സർവകലാശാല സിൻഡിക്കേറ്റിന് തന്നെ നടപടിയെടുക്കാനായി കൈമാറുകയായിരുന്നു. സർവകലാശാലയാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് സർവകലാശാലയ്ക്ക് തന്നെ ഉപസമിതി റിപ്പോർട്ട് തിരിച്ച് കൈമാറിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി സിൻഡിക്കേറ്റ് യോഗം തിങ്കളാഴ്ച ചേരുന്നത്. ആ സിൻഡിക്കേറ്റ് യോഗം എന്തായാലും നിർണായകമാകും എന്നത് ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ ലോ അക്കാദമിക്ക് മുന്നിൽ കെ മുരളീധരൻ നടത്തുന്ന നിരാഹാര സമരം തുടരുകയാണ്. നിരാഹാര സമരം 2-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ PM സുധീരൻ സമരപ്പന്തലിലെത്തി മുരളീധരനെ കണ്ട് സംസാരിക്കുകയുണ്ടായി. ഒപ്പം BJP നേതാവ് VV രാജേഷും ലോ അക്കാദമിക്ക് മുന്നിൽ സമരം തുടരുകയാണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വിദ്യാർത്ഥി ഐക്യം പ്രവർത്തകർ നടത്തുന്ന സമരം ഇന്ന് 24-ാം ദിവസത്തിലാണ്. 24-ാം ദിവസത്തിലേക്ക് വിദ്യാർത്ഥികളുടെ സമരം എത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം സമരത്തിൽ കുറയുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. നേരത്തെ സമരപന്തലുകളിലെല്ലാം നിറയെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞു വന്നിരിക്കുന്നു. പകരം ആ സ്ഥാനമെല്ലാം ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ കൈയടക്കിയിരിക്കുന്ന കാഴ്ചയാണ് ലോ അക്കാദമിക്ക് മുന്നിലെ സമരപന്തലിൽ നിന്നും കാണാനാവുന്നത്. ഒപ്പം തന്നെ ജിതിൻ, ഈ അക്കാദമിയിൽ ക്ലാസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വാർത്തയുണ്ടായിരുന്നു. ഇന്ന് ക്ലാസുകൾ തുടങ്ങുമെന്ന രീതിയിൽ ക്ലാസുകളുടെ അധ്യയനം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിവായിട്ടുണ്ടോ? സമരം ആരംഭിച്ച ശേഷം അക്കാദമിയിൽ ഇതുവരെ ക്ലാസ് നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് നടക്കുമെന്നാണ് നേരത്തെ അക്കാദമി അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ABVP-യുടെ പഠിപ്പ് മുടക്കം മൂലം ഇന്നലെ ക്ലാസ് നടക്കുകയുണ്ടായില്ല. ഇന്ന് KSUവിന്റെ പഠിപ്പ് മുടക്കാണ്. അതിനാൽ ഇന്നും ക്ലാസ് നടക്കുന്നില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ച മുതൽ ക്ലാസ് ആരംഭിക്കാനാകുമെന്നാണ്, അടുത്ത ദിവസം മുതൽ തന്നെ ക്ലാസ് ആരംഭിക്കാനാവുമെന്നാണ് കഴിഞ്ഞ ദിവസം വരെ അക്കാദമി വൃത്തങ്ങൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കും അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ഇനി ക്ലാസ് ആരംഭിക്കാനുള്ള ശ്രമം ഉണ്ടാവുക. ശരി, ജിതിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.